അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തടയുന്നതിനുള്ള നിയമനിർമ്മാണത്തിൽ നിന്നും പിന്മാറുന്നുവെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. എന്നാൽ സർക്കാർ വിശദീകരണം തള്ളി ഹൈക്കോടതി. നിയമനിർമ്മാണം എന്തുകൊണ്ട് സാധ്യമല്ല എന്നതിനെ സംബന്ധിച്ച് പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കേരള യുക്തിവാദി സംഘം നൽകിയ ഹർജിയിലായിരുന്നു സർക്കാരിന്റെ മറുപടി. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, എന്തായിരുന്നു കോടതി ഇടപെട്ട് പറഞ്ഞത്? ആഭിചാര നിരോധന നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള യുക്തിവാദി സംഘം നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് സർക്കാർ വിശദമായിട്ടുള്ള സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഈ ആഭിചാര നിരോധന നിയമനിർമ്മാണം അക്കാര്യത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള ഒരു നിലപാടാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഈ മന്ത്രിസഭാ യോഗം അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം എടുത്തതായിട്ടും സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ സത്യവാങ്മൂലം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് ഈ ആഭിചാര നിരോധന നിയമനിർമ്മാണം നടത്താത്തത്, അതിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം സംസ്ഥാന സർക്കാർ നൽകണമെന്നുള്ള നിലപാട് തന്നെയാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ 3 ആഴ്ചയ്ക്കകം തന്നെ ഈ വിശദമായിട്ടുള്ള സത്യവാങ്മൂലം വീണ്ടും പുതിയതായിട്ട് സമർപ്പിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജൂലൈ 15-ാം തീയതി ഈ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. KT തോമസ് കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് ആഭിചാര നിരോധന നിയമം അത് നടത്തണം, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ആ ഒരു തീരുമാനം നിലവിലെടുത്തിട്ടുള്ളത് ഈ ഒരു നിയമനിർമ്മാണം വേണ്ട എന്നുള്ള തരത്തിലാണ്. ആ ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ രേഖാമൂലം വ്യക്തമാക്കിയത്. പക്ഷെ അത് ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയും അതിന്റെ കൂടാതെ ആ വിശദീകരണം തള്ളുകയും ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ടുള്ള സത്യവാങ്മൂലമാണ് ഇനി ജൂലൈ 15-ാം തീയതിക്ക് മുൻപ് ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിക്കേണ്ടത്. വീണ. ഓക്കെ, ശരി.